ഹായ്, ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. എല്ലാവരും ചായ കുടിയൊക്കെ കഴിഞ്ഞോ? അങ്ങനെ രാവിലെ നമ്മുടെ ഏട്ടൻ ജോലിക്ക് പോകാനെ കൊണ്ടിറങ്ങി. അങ്ങോട്ട് ഇറങ്ങിപ്പോയിട്ട് എന്നെ കൊഞ്ഞണം കുത്തി കാണിക്കുകയൊക്കെ ആയിരുന്നു കൂട്ടുകാരെ കേട്ടോ. എന്നിട്ട് അവിടെ നിൽക്കുന്ന ഒരു പൂവുണ്ട്, അതിങ്ങനെ പിച്ചാനൊക്കെ കൊണ്ട് ആരംഭിച്ചു. പിന്നെ ഞാനിങ്ങനെ വഴക്ക് പറഞ്ഞു വിട്ടു. അപ്പോഴേ മോളെയും കൊണ്ടാണ് പോകുന്നത്. മോൾക്ക് രാവിലെ പോകണമായിരുന്നു, മോർണിംഗ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ മോളെ അങ്ങോട്ട് വിട്ടിട്ട് വന്നത്. ഈ പൂവ് പിച്ചിക്കളയാൻ ഭാവിച്ച കേട്ടോ. അതങ്ങനെ ഇരിക്കെ ഒരു ചെടി ഇതേ മറിഞ്ഞു കിടക്കുന്നു. അപ്പോൾ അങ്ങനെ ഏട്ടനും മോളും കൂടാണ് പോയത്. അവളെ അങ്ങോട്ട് ഹോസ്പിറ്റലിലോട്ട് വിട്ടിട്ട് ഏട്ടനങ്ങ് പോവും. അങ്ങനെ അവർ രണ്ടുപേരും രാവിലെ പോയി. പിന്നെ നമുക്കിഷ്ടം പോലെ ജോലി കിടപ്പുണ്ട്. ഇത് ഇന്നലെയാണ് പിച്ചിയിട്ട പോച്ച കേട്ടോ. തൂത്തുവാരി നടന്നില്ല. ഇന്ന് വേണം അതെല്ലാം തൂത്തുവാരി ഇടാൻ. അപ്പം അങ്ങനെ ഏട്ടനും മോളും ജോലിക്ക് പോയി. നമുക്ക് പിന്നെ പൊതിച്ചോറിനുള്ള ഇതെല്ലാം നോക്കണം. ചോറ് വെക്കണം, കറികളൊക്കെ വെക്കണം. അപ്പോൾ ആ ഒരു തിരക്കായിട്ട് നമ്മൾ പിന്നെ അടുക്കളയിലോട്ട് തന്നെ നേരെ വന്നു. നമ്മുടെ ജോലികളൊക്കെ ആയിട്ട് അങ്ങനെ പൊതിച്ചോറും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി കച്ചവടമൊക്കെ കഴിഞ്ഞു വന്നു. അങ്ങനെ നമ്മൾ പൊതിച്ചോറ് വയ്ക്കുന്നിടത്ത് വന്നു. അപ്പം നമുക്ക് എന്താ ഉപ്പ് മേടിക്കണം. ഉപ്പ്, അരി, കല്ലുപ്പും പൊടിയുപ്പും വാങ്ങിച്ചു കേട്ടോ. പിന്നെ കായം, പിന്നെ പച്ചക്കറി, ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്നു. പിന്നെ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷങ്ങൾ? അങ്ങനെ നമ്മുടെ പൊതിച്ചോറിൻ്റെ കച്ചവടമല്ലേ 12:45 എല്ലാം തീർന്നു കേട്ടോ. ഞാൻ 12:30 ആകാറായപ്പോഴാണ് ചെന്നത്. 12:30 കഴിഞ്ഞു എന്ന് തോന്നുന്നു. ചെന്ന് നിന്നതും ഇവിടുന്നൊക്കെ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി. അതുകൊണ്ട് നമുക്ക് വെയിൽ കൊണ്ടത്തിരി നിൽക്കണ്ട. ചിലപ്പോൾ 2 മണി വരെ നിൽക്കും, ചിലപ്പോൾ തീരത്തില്ല. 1-2 പൊതി തിരിച്ചും കൊണ്ടുവരും. ചിലപ്പോൾ അങ്ങനെ നിന്നാൽ തീരുകയും ചെയ്യും. ഇന്ന് എന്തായാലും 12:45 തീർന്നു. പിന്നെ കടയിൽ പോയി സാധനമൊക്കെ മേടിച്ചുകൊണ്ട് മല്ലി പൊടിക്കണമായിരുന്നു. മല്ലിയെല്ലാം ഇവിടുന്ന് രാവിലെ ഞാൻ കൊണ്ടുപോയി. അപ്പോൾ അതെല്ലാം കൊണ്ട് കൊടുത്ത്. പുരിക എഴുതി ഇച്ചിരി കറുപ്പായിപ്പോയി കേട്ടോ. പെൻസിൽ വെച്ച് എഴുതിയ സമയമില്ലാണ്ട് രാവിലെ എഴുതിയപ്പോൾ ഇങ്ങനെ നല്ല കറുപ്പായി. പിന്നെ ഇതെന്താ, ഇത് നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്കരാം അവിടെ ഒരു കാവുണ്ട്. ആ കാവിൽ കയറി ഭസ്മ ഇട്ടതാണ്. അങ്ങനെ പൊതിച്ചോറൊക്കെ കൊടുത്തിട്ട് വന്നു. ഭയങ്കര വെയിൽ കൂട്ടുകാരെ, താങ്ങാൻ വയ്യ വെയിൽ. അതുകൊണ്ട് ഞാൻ വന്ന ഉടനെ കുളിച്ചു. എനിക്ക് തലവേദന എടുക്കുവാണോ ദേഹത്ത് ചൂടാണോ എനിക്കറിയാൻ വയ്യ. എനിക്ക് താങ്ങാൻ വയ്യ വെയിൽ. ചൂടെനിക്ക് സഹിക്കാൻ വയ്യ. ഞാൻ കൊണ്ട് പിന്നെ ഒന്ന് കുഞ്ഞിനെ വിളിക്കാൻ പോകണമെന്ന് പറഞ്ഞത് അതും പോയില്ല. ഇന്നലെ പൊട്ട് മേടിക്കാനെ കൊണ്ട് കൊടുമണ്ണ് പോകണമെന്ന് വെച്ചാൽ പൊട്ട് മേടിക്കാനും പോക്ക് നടന്നില്ല. എനിക്ക് വയ്യ വെയിലത്തോട്ട് പോകാൻ. സാധനങ്ങൾ പോലും വാങ്ങിച്ചില്ല. എങ്ങനെയെങ്കിലും വീട്ടിൽ വന്നാൽ മതി എന്നൊരു ചിന്താഗതിയായിരുന്നു എനിക്ക്. 2:15 വരെ ഞാൻ അവിടെ നിൽക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് ഭയങ്കര ഇതായിപ്പോയി. പൊട്ടും മേടിക്കും. 2 ദിവസം പൊട്ടില്ല. കഴിഞ്ഞ ദിവസം ഒരു പൊട്ട് ഈ കട്ടളപ്പടിയിലിരുന്നൊരു പൊട്ട എടുത്ത് ഒട്ടിച്ചുകൊണ്ട് പോയത്. ഇന്നിപ്പോൾ കട്ടളപ്പടിയിലും പൊട്ടില്ല. അതുകൊണ്ട് ഇന്നും കരിപ്പൊട്ട് തൊട്ടുകൊണ്ട് കരിപ്പൊട്ടൊക്കെ തൊട്ടിട്ട് ചോറ് കൊടുക്കുമ്പോൾ ആ കരിപ്പൊട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊക്കെ ഇങ്ങനെ തന്നെ പടന്നൊക്കെ ഇരിക്കുന്നുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങൾ കൂട്ടുകാർക്കുണ്ടോ ഇങ്ങനെ വെയിൽ താങ്ങാൻ പറ്റാത്ത അവസ്ഥ? എൻ്റെ പൊന്നോ, എനിക്ക് പറ്റത്തില്ലേ വെയിൽ താങ്ങാൻ. നമ്മുടെ പൊതിച്ചോറിൽ ഒരെണ്ണം അധികം ഉണ്ടായിരുന്നു. മൊത്തമൊന്നും തിന്നത്തില്ല കേട്ടോ. എന്നാലും കുറച്ച് കഴിക്കാമെന്ന് വെച്ച് വിശക്കുന്നു. അവിയൽ, ചിക്കൻ കറി, പയർ തോരൻ, കോവയ്ക്ക മെഴുക്കുവരട്ടി, മുളക് വറുത്തത്, അച്ചാർ, മോര് കറി, സാമ്പാർ എടുത്തില്ല കേട്ടോ. സാമ്പാർ അതുപോലെ പിടിക്കുന്നേ ഉള്ളൂ. സാമ്പാർ വേണ്ട. അപ്പം എത്രയാണ് നമുക്ക് കേട്ടോ. നല്ല എരിവുണ്ട് മുളക് വറുത്തത്.
പച്ചമുളകോ തോന്നുന്നത്. അതെ. നമ്മുടെ മോള് മുറ്റം എല്ലാം തൂത്ത് വൃത്തിയാക്കി. ഈ ഒരടുപ്പ് നമ്മൾ ചോറ് വെക്കാനായിട്ട് വെച്ചതാണ്. അവിടെയാണ് നമുക്ക് അടുപ്പുള്ളത്. ആ അടുപ്പിലും കൂടെ പറ്റത്തില്ല, രണ്ടടുപ്പായിട്ട് വേണം. പിന്നെ നാളെ ഒരാവശ്യമുണ്ട്, അതുകൂടെ കഴിഞ്ഞിട്ട് പിന്നെ മാറ്റാം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. ചിരട്ടയെല്ലാം പറക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് ചെറുടെ സൈഡിൽ കേട്ടോ. കണ്ടോ? അങ്ങനെ വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കടയിൽ പോകണമായിരുന്നു. കടയിൽ പോയി അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ നമ്മൾ ബേക്കറി കയറി കുഞ്ഞിന് കേക്ക് മേടിക്കണം. അങ്ങനെ കേക്കും മേടിച്ചു. അന്നേരം വീഡിയോ എടുക്കുന്ന കാര്യം ഓർത്തെ കൂട്ടുകാരെ. പിന്നെ കേക്കും വാങ്ങി. ഏഴിന് അപ്പം ഞങ്ങൾ ബേക്കറിയിലും കയറി അല്ലാതെ പലചരക്കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചപ്പോഴത്തേന് മോളും മോനും കൂടെ ചിക്കനും വാങ്ങിച്ചുകൊണ്ട് വന്നു. തക്കാളിപ്പഴം, സവാള, കരിയാപ്പില, മല്ലിയില, ക്യാരറ്റ്, ബീൻസ് ഇതെല്ലാം വാങ്ങിച്ചു. പിന്നെ ഒഴിക്കാനുള്ള പാല് വാങ്ങിച്ചു. പിന്നെ ബിരിയാണി അരി, അതിനുള്ള സാധനങ്ങൾ എല്ലാം വാങ്ങിച്ചു.